നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 95. വിപുലതയാർന്ന വിനോദവിദ്യ മായാവ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം ഇവളിവളിങ്ങവതീർണയായിടും തന്നവയവമണ്ഡ കടാഹകോടിയാകും. നമുക്ക് ലോകത്തെപ്പറ്റി 2 തരത്തിൽ ചിന്തിക്കാം. ഒന്ന് ചരിത്രദൃഷ്ട്യ, മറ്റൊന്ന് യഥാതഥമായ അനുഭവം എന്ന നിലയിൽ. അനുഭവത്തിലുള്ള ലോകം സത്യമായി വരുന്നത് അത് നമ്മുടെ ബോധത്തിൻ്റെ അഭേദ്യമായ പ്രമേയമായിരിക്കുമ്പോഴാണ്. ബോധം മറയുമ്പോൾ ആ ലോകവും മറയുന്നു. ചരിത്രദൃഷ്ട്യാ എണ്ണിപ്പോരുന്ന ലോകം വസ്തുനിഷ്ഠമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നു. അവരുടെ കണക്കനുസരിച്ച് 15 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് എന്തോ പൊട്ടിത്തെറിച്ചു. അതിൽ നിന്നും പിന്നെ 5 കോടി വർഷമെങ്കിലും കഴിഞ്ഞപ്പോഴേക്കും സുരഗംഗ, അതായത് മിൽക്കി വേ, ഉണ്ടായി പോലും. പിന്നെ 4 കോടി വർഷം കഴിഞ്ഞ് സൗരയൂഥം ഉണ്ടായത്രേ. അതു കഴിഞ്ഞ് 50 ലക്ഷം വർഷം കഴിഞ്ഞപ്പോൾ സൂര്യനുണ്ടായി പോലും. പിന്നെ പാറകൾ, ബാക്ടീരിയകൾ, ജീവൻ്റെ ആദിരൂപങ്ങൾ, കടൽച്ചെടികൾ, ഒന്നാമത്തെ വിര, നട്ടലില്ലാത്ത ജീവികൾ, മത്സ്യം, കരയിലുള്ള ചെടികൾ, ഷഡ്പദങ്ങൾ, കരയിലും വെള്ളത്തിലുമായി കഴിയുന്ന ജീവികൾ, കരജീവികൾ, പറവകൾ, ഭീമാകാരമുള്ള ജന്തുക്കൾ, കുരങ്ങുകൾ, കാട്ടുമനുഷ്യൻ, മനുഷ്യൻ്റെ സംസ്കാരം. ഇങ്ങനെ അവർ ബ്രഹ്മാണ്ടത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടുവന്ന് മനുഷ്യൻ്റെ മഹിമയിൽ അവസാനിപ്പിക്കുന്നു. ശാസ്ത്രം വിവരണങ്ങൾ നിരത്തിവെക്കുന്നത് കാരണത്തിൽ നിന്നും വരുന്ന കാര്യമായിട്ടാണ്. കാര്യം നോക്കിയിട്ട് കാരണം അനുമാനിക്കുന്നു. അനുമാനം സത്യമാണോ എന്നറിയാനായി കാരണത്തിൽ നിന്നും കാര്യമുണ്ടാക്കി കാണിക്കുന്നു. വെള്ളം കണ്ടിട്ട് അത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുണ്ടായതാണെന്ന് അനുമാനിക്കുന്നു. അത് വാസ്തവമാണെന്ന് തെളിയിക്കുവാൻ ഹൈഡ്രജനും ഓക്സിജനും കലർത്തി വെള്ളമുണ്ടാക്കി കാണിക്കുന്നു. അതെളുപ്പമുള്ള കാര്യമാണ്. ഭൂമിയെ കണ്ടിട്ട് സൂര്യനിൽ നിന്നും വന്നതാണെന്ന് അനുമാനിക്കുന്നു. എന്നാൽ സൂര്യനെ കഷണമാക്കി കൂടുതൽ ഭൂമികൾ ഉണ്ടാക്കാൻ ശാസ്ത്രജ്ഞന് കരുത്തില്ല. എന്തിനാണ് ആദ്യമുണ്ടായ വസ്തു പൊട്ടിത്തെറിച്ചത്? ആദ്യത്തെ വസ്തു എവിടെ നിന്നുണ്ടായി? പൊട്ടിത്തെറിച്ചത് ഇത്രയും നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയതിൽ സൂര്യനു മാത്രം ഒരു ഭൂമിയെ എങ്ങനെ കിട്ടി? എന്തുകൊണ്ട് ഭൂമിയിൽ മാത്രം ജീവൻ ഉണ്ടായി? ജീവൻ പരിണമിച്ച് ബുദ്ധി ആർജിച്ചത് എന്തിനു വേണ്ടി? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ശാസ്ത്രജ്ഞന് ഇഷ്ടമില്ല. കാര്യകാരണങ്ങൾ നിശ്ചയിക്കുകയാണ് ശാസ്ത്രജ്ഞൻ്റെ തൊഴിലെങ്കിലും കാര്യമായ കാര്യങ്ങളുടെ കാരണങ്ങൾക്ക് പഴുതു കാണുന്നില്ല. ശാസ്ത്രജ്ഞനേക്കാൾ സരളചിത്തനായ വേദാന്തി ഈ വിപുലതയെ മായാവ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യത്തിൻ്റെ വിനോദവിദ്യയെന്ന് വിശേഷിപ്പിക്കുന്നു. ഒരു നല്ല ശാസ്ത്രജ്ഞനായാൽ, അതായത് പരമാണുക്കളുടെ അന്തരസ്ഥ രേണുക്കളുമായി സല്ലാപത്തിലേർപ്പെടാൻ കഴിയുന്ന ഒരു ന്യൂക്ലിയർ ഫിസിസിസ്റ്റോ, ആകാശവിതാനങ്ങളിൽ നിന്ന് കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങളുടെ ജീവചരിത്ര കഥനം കേൾക്കുവാനും അവരുടെ ജനനമരണങ്ങൾ കണ്ട് വികാരം കൊള്ളുവാനും ദൂരദൃഷ്ടിയുള്ള ആസ്ട്രോഫിസിസിസ്റ്റോ ഒക്കെ ആയാൽ ഈ വിനോദവിദ്യയുടെ വിപുലത കണ്ട് രസിക്കാതിരിക്കുകയില്ല. ലോകോൽപത്തിയെപ്പറ്റിയും ജീവപരിണാമത്തെപ്പറ്റിയും രാസോർജ പ്രക്രിയകളിലെ അത്ഭുതങ്ങളെപ്പറ്റിയും അനേകം ഗ്രന്ഥങ്ങൾ വളരെ വിവരമുള്ള ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ധാരാളമായി എഴുതി പ്രസിദ്ധം ചെയ്യുന്നുണ്ട്. എന്നാൽ ഗുരു ഇവിടെ ഒരു ശ്ലോകത്തിൽ സംഗ്രഹിച്ചു പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അസന്നിഗ്ധമായി ഒന്നും തന്നെ ആർക്കും പറയുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ശ്ലോകം അർഹിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനം എഴുതുന്നതിന് അനേകം വാല്യങ്ങൾ തന്നെ എഴുതി നിറയ്ക്കേണ്ടി വരും.
ഈ വിഷയത്തിൽ കൗതുകമുള്ളവർ ഡൊണാൾഡ് ആൻട്രൂവിൻ്റെ സിംഫണി ഓഫ് ലൈഫ്, ഫ്രിഡ്ജോഫ് കാപ്രയുടെ ദി ഡാവോ ഓഫ് ഫിസിക്സ്, കാൽ സാഗൻ്റെ ദി ഡ്രാഗൺസ് ഓഫ് ഈഡൻ, RGH സ്യൂവിൻ്റെ ദി ഡാവോ ഓഫ് സയൻസ് മുതലായവ വായിച്ചു നോക്കുന്നത് പ്രയോജനകരമായിരിക്കും. മായയെ ഇവിടെ അണ്ഡകടാഹകോടികളായ അവയവങ്ങളോടുകൂടി പിന്നെയും പിന്നെയും അവതരിക്കുന്നവളായി പറഞ്ഞിരിക്കുന്നത് കവിത നിറഞ്ഞ ശാസ്ത്രവും ശാസ്ത്രസമ്മതമുള്ള കവിതയുമായി മനസ്സിലാക്കണം. അനുപ്രസ്ഥമായി നോക്കുമ്പോൾ വൈവിധ്യവും വൈരുദ്ധ്യവും നാനാത്വവും പ്രദർശിപ്പിക്കുന്നതും, ഉപരിതലമായി നോക്കുമ്പോൾ സമാനതയും സാമഞ്ജസ്യവും ഏകതയും കാണിക്കുന്നതുമായ ഒരു തത്വവിശേഷത്തെ താർക്കികമായും മീമാംസ്യമായും ഗണിതപരമായും മനസ്സിലാക്കുന്നതിനു വേണ്ടി ദാർശനികന്മാർ വളർത്തിയെടുത്ത ഒരു പാരിഭാഷികമായ പ്രക്രിയയാണ് മായ. അല്ലാതെ അതൊരു വസ്തുവോ സ്ത്രീയോ ദേവിയോ ദുർഭൂതമോ ഒന്നുമല്ല, താർക്കിക പ്രധാനമായ ഒരു തന്ത്രമാണെന്ന് പറയാം. 15-ാമത്തെ ശ്ലോകത്തിൽ മായയെ അപരപ്രകൃതിയായി അവതരിപ്പിച്ചപ്പോൾ അരനൊടിയെ 1000 ആണ്ടുപോലെ പെരുക്കിക്കാണിക്കുന്ന വിരസതയായി നാം അതിനെ കണ്ടു. അർത്ഥശൂന്യമായ ജീവിതം ഉണ്ടാക്കുന്ന വിരസതയും അനിശ്ചിതമായ പ്രതീക്ഷയുണ്ടാക്കുന്ന ഉത്കണ്ഠയും കാലത്തിൻ്റെ സ്വരൂപത്തെ നമ്മുടെ മനസ്സിൽ വളരെയേറെ വികലമാക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മായയെപ്പറ്റി പരാമർശിക്കുന്നത് ഒരു ആവരണമായിട്ടാണ്. സ്വസ്വരൂപത്തിൻ്റെ സഹജമായ ആനന്ദഘനത്തെ മറയ്ക്കുന്ന അജ്ഞതയെയാണ് മായ എന്ന് വിളിക്കുന്നത്. 19-ാമത്തെ ശ്ലോകത്തിൽ മായയെ അഭിപ്രായ ഭിന്നതയായി എടുത്തു കാട്ടിയിരിക്കുന്നു. അതുണ്ടെന്ന് അടിയിടുന്ന മനസ്ഥിതി. 35-ാം ശ്ലോകത്തിൽ മായയെ ഒരു ഇരുളായി പറഞ്ഞിരിക്കുന്നു. അറിവിനെ മൂടുന്ന അനിത്യമാകുന്ന ഇരുൾ. അതുകാരണം ഒരുവൻ തൻ്റെ സത്യമായ സ്ഥിതി പിന്നെയും പിന്നെയും മറന്നു പോകുന്നു. വിവേകം കൊണ്ട് മാത്രമേ ആ ഇരുൾ നീങ്ങിപ്പോവുകയുള്ളൂ. 51-ാം ശ്ലോകത്തിൽ മായയെ ദ്വൈതബോധമുണ്ടാക്കുന്ന ഒരു പ്രവണതയായി പറഞ്ഞിരിക്കുന്നു. അഹന്തയും ഇദന്തയും ഉണ്ടാക്കുന്നതായ മായ. 54-ാം ശ്ലോകത്തിൽ ഉണർവും ഉറക്കവും മാറി വരുന്നതിനിടയാക്കുന്ന പ്രാകൃതിക സ്വഭാവമായി പറഞ്ഞിരിക്കുന്നു. 57-ാം ശ്ലോകത്തിൽ മായാകലയെ ഭവസാഗരത്തിലെ കർമ്മങ്ങൾക്കെല്ലാം കാരണമായി മറഞ്ഞുകിടക്കുന്ന കല്യയായി വിശേഷിപ്പിച്ചിരിക്കുന്നു. 58-ാം ശ്ലോകത്തിൽ മായയെ വ്യവഹാരിയായ ഒരുവന്റെ വ്യർത്ഥമായ കണക്കുകൂട്ടലുകളോട് ഉപമിച്ചിരിക്കുന്നു. 71-ാം ശ്ലോകത്തിൽ മായയെ ഉപരിതലമായി വിലയിരുത്തിയിരിക്കുന്നു. അനാദിയായ ലീലയെന്ന് വിശേഷിപ്പിക്കുകയും ആ ലീലയുടെ സ്വഭാവമറിഞ്ഞാൽ ആ അറിവ് തന്നെ ആ ലീലാവിനോദത്തെ ഒരു നാടകമെന്നതുപോലെ കണ്ട് സന്തോഷിക്കുവാൻ സംഗതിയാക്കുമെന്നും വെളിവാക്കിയിരിക്കുന്നു. മായയുടെ ഈ ഉപരിതലത്വം 72-ാം ശ്ലോകത്തിലും തുടർന്ന് പരാമർശിച്ചിട്ടുണ്ട്. 78-ാം ശ്ലോകത്തിൽ മായയ്ക്ക് വളരെ ഉയർന്ന ഒരു സ്ഥാനം നൽകി അനിർവചനീയമാണെന്ന് എടുത്തു കാട്ടിയിരിക്കുന്നു. ഈ അനിർവചനീയതയെ തന്നെ 87-ാം ശ്ലോകത്തിൽ അവാച്യം എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ മായ വെറും ദാർശനികമായ തത്വം മാത്രമല്ല, അറിവില്ലാത്തവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. 94-ാം ശ്ലോകത്തിൽ ഉലകിനെയും ഉണ്മയെയും പാരസ്പര്യപ്പെടുത്തുന്ന അത്ഭുത പ്രതിഭാസമായി പറഞ്ഞിരിക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണെങ്കിൽ ഐഹിക ജീവിതത്തിൽ ഒരു ജ്ഞാനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈനംദിന ജീവിതത്തെ വിപുലതയാർന്ന വിനോദവിദ്യയായിട്ട് കാണുക എന്നുള്ളതാണ്. മോക്ഷത്തിൻ്റെ അധ്യക്ഷൻ ഈശ്വരനാണെങ്കിൽ ജീവിതത്തിലെ ശോകാന്ത നാടകങ്ങളുടെയും
ഹാസ്യപ്രഹസനങ്ങളുടെയും ഹർഷോന്മാദത്തിൻ്റെയും അധിനായിക മായയാണ്.